സുരേഷ് ഏട്ടൻ ബ്രദർ. ഒരു ഏട്ടനേക്കാൾ കൂടുതൽ നമുക്ക് എന്താ പറയാ, ഒരു വലിയച്ഛൻ എന്നൊക്കെ പറയുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സുരേഷ് ഗോപി. വലിയേട്ടൻ. സുരേഷ് ഏട്ടന് ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഒരു സ്നേഹമാണ്. നമുക്കത് ഫീൽ ചെയ്യും. സുരേഷ് ഏട്ടൻ നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ, വഴക്ക് പറയുമ്പോൾ, സ്നേഹത്തോടെ സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് നമ്മളുടെ ഒരു വലിയേട്ടൻ ഫീലാണ്. സുരേഷ് ഗോപി അങ്കിൾ ഫാമിലി എന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്വന്തം ഫാമിലിയാണ് അവർ. ഇപ്പോഴും ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് നേരത്തെ വേണമെങ്കിലും ഞങ്ങൾക്ക് അവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലാം. പറയാം, അങ്കിൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്. അങ്കിളും ആന്റിയും ഒരു സ്പോൺസറിന്റെ മാതിരി ഒന്നും അല്ല, ശരിക്കും അങ്കിളിന്റെ ഒരു മൂത്ത കുട്ടി മോളെ പോലെയാണ് എന്നെ കണ്ടിട്ടുള്ളത്. So that is how we are. It's my home. Trivandrumla enakku oru veedu irukuna adu onnu Suresh's house. That is my home. I can always call Suresh Gopi etta, Suresh etta. ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മറന്നിട്ട് സുരേഷ് ഏട്ടൻ നമ്മളെ വീട്ടിലൊരാളെ പോലെ കാണാനും സംസാരിക്കാനും തുടങ്ങും. അങ്ങനെ ആ ഒരു ഇതായി. ഞാൻ പാപ്പനാണ് സുരേഷിനോട് വർക്ക് ചെയ്യുന്നത്. എനിക്ക് കിട്ടിയത് ലൈക്ക് വളരെ നൈസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. സുരേഷ് ഏട്ടനാണെങ്കിലും ഗോകുലാണെങ്കിലും ഞാൻ കണ്ടതിന്റെ ബെസ്റ്റ് എവർ പീപ്പിൾ ഞാൻ പറയും. കാരണം അവര് കെയർ ചെയ്യുന്ന രീതി ഉണ്ടല്ലോ. സുരേഷ് ഗോപി അതുപോലെ സുരേഷ് ഗോപി ആയിട്ട് വലിയ ആത്മബന്ധമാണ്. സിനിമയിലാണ് സുരേഷ് ഗോപി ആക്ടർ അല്ലെ സുരേഷ് ഗോപി പൊളിറ്റീഷ്യൻ, അങ്ങനെ ഒരു ഫീല് എനിക്ക് എന്തോ സത്യം ഇപ്പോഴും ഇല്ല. സുരേഷിനോട് സംസാരിക്കുമ്പോൾ എന്നോട് സംസാരിക്കുമ്പോൾ ഭയങ്കര വെൽ റെഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ. ആ സുരേഷ് ഏട്ടന്റെ കൂടെ പിന്നെയും വർക്ക് ചെയ്യാൻ കിട്ടുന്ന എനിക്ക് ഐ എം സോ കംഫർട്ടബിൾ. സുരേഷ് ഗോപിയായിരുന്നു. നമ്മളുടെ ഒരു മൂത്തൊരാളില്ലേ, നമ്മൾ വീട്ടില് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ഒരാള്. സത്യം വലിച്ച് എന്റെ കണ്ണ് നിറഞ്ഞിട്ടു. ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്കല്ല നിന്റെ ഉള്ളിലിരിക്കുന്ന ആൾക്കാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ചെയ്ത നക്ഷത്ര കൂടാരം അന്ന് തൊട്ടുള്ള ഒരു ബന്ധമാണ്. മൂപ്പര് ഭയങ്കര ഇമോഷൻ. സത്യം പറഞ്ഞാൽ ഇന്ന് മൂപ്പര് ജയിച്ചത് പ്യോർലി ബിക്കോസ് ഒരു വ്യക്തി എന്ന നിലയിലാണ്, ഞാൻ ഒരു രാഷ്ട്രീയ എന്ന നിലയിലല്ല പറയുന്നത്. സുരേഷ് ഏട്ടൻ ഇസ് എ വെരി ഇമോഷണൽ പേഴ്സൺ. ഷാജിക്ക് പെങ്ങളെ കെട്ടിച്ചു കൊടുത്തിട്ട് ആ പെങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രാർത്ഥന പോലെ പെങ്ങളെ വർണ്ണിക്കുന്ന ഒരു പാട്ടാണ്.